ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ സമ്മർ വെക്കേഷനിൽ കുട്ടികൾക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. കേക്ക് പോലെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് കുറച്ച് സ്ലൈസസ് ഓഫ് ബ്രെഡാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള മുരിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗം മാത്രമാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പീസും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വേണം നമ്മൾ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ. നമ്മളുടെ എല്ലാ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഈ പുഡിങ്ങിലേക്കുള്ള കസ്റ്റർഡ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വനില കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 3 ഫുൾ ടേബിൾ സ്പൂൺ ചേർക്കണം. ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഈ മിക്സ് ഒരു കടായിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഇതിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി കസ്റ്റാർഡ് ചൂട് മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളില്ലേ, അത് ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഡെക്കറേഷനിലേക്കായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സാണ് ഞാൻ ചേർക്കുന്നത്. കിസ്മിസും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ക്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ മിക്സ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. റൂം ടെമ്പറേച്ചറിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതും നമ്മൾ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.